പുസ്തകങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കുവാനുള്ളത്. ഒന്ന് ഫണ്ടമെന്റൽസ് ഓഫ് ഹ്യൂമൻ ജോഗ്രഫി, രണ്ട് ഇന്ത്യ പീപ്പിൾ ആൻഡ് എക്കോണമി. അതിൽ ആദ്യ പാഠപുസ്തകത്തിലെ ഹ്യൂമൻ ജോഗ്രഫി നാച്ചർ ആൻഡ് സ്കോപ്പ് എന്ന യൂണിറ്റാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ജോഗ്രഫി എന്തെന്നും ജോഗ്രഫിയുടെ വിവിധ സമീപന രീതികൾ എന്തൊക്കെയെന്നും ജോഗ്രഫിയുടെ വിവിധ ശാഖകളും അനുബന്ധ വിഷയങ്ങൾ ഏതൊക്കെയെന്നും നിങ്ങൾ മുൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അത് മുൻനിർത്തി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, വാട്ട് ഈസ് ദ മെയിൻ കൺസേൺ ഓഫ് ജോഗ്രഫി? ഭൂമിശാസ്ത്രത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ത്? ദ കൺസേൺ ഓഫ് ജോഗ്രഫി ഈസ് ടു understand the earth as the home of man and to study all those elements that sustain them. അതായത് ഭൂമിശാസ്ത്രത്തിന്റെ പ്രധാന ലക്ഷ്യം ഭൂമിയെ മനുഷ്യന്റെ വാസയിടമായി കണ്ടുകൊണ്ട് അതിലെ അവന്റെ നിലനിൽപ്പിനെ സഹായിക്കുന്ന എല്ലാ ഘടകങ്ങളെയും കുറിച്ച് വിശദമായി പഠിക്കുക എന്നതാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഭൂമിശാസ്ത്രത്തിൽ മുഖ്യമായും രണ്ട് പ്രധാന മേഖലകളാണുള്ളത്. ഒന്ന് ഭൗതിക മേഖലയും ഒന്ന് സാംസ്കാരിക മേഖലയും. ഭൗതിക മേഖലയെക്കുറിച്ച് പരാമർശിക്കുന്ന ഭൂമിശാസ്ത്ര ശാഖയെ ഫിസിക്കൽ ജോഗ്രഫി അഥവാ ഭൗതിക ഭൂമിശാസ്ത്രമെന്നും മാനവിക കാര്യങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന ഭൂമിശാസ്ത്ര ശാഖയെ മാനവിക ഭൂമിശാസ്ത്രം അഥവാ ഹ്യൂമൻ ജോഗ്രഫിയും എന്നാണ് വിളിക്കുന്നത്. ഭൗതിക ഭൂമിശാസ്ത്രം എന്ത് എന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങൾ കഴിഞ്ഞ വർഷം +1 ക്ലാസ്സുകളിൽ പഠിച്ച പാഠഭാഗങ്ങളിലൂടെ ഒന്ന് കടന്നുപോയാൽ മതി. ഭൂമി, ഭൂമിയുടെ ഉൽപ്പത്തി, പരിണാമം, ഭൂമിയുടെ ഉള്ളറ, ഭൂമിയുടെ ഘടന, ശിലകൾ, ധാതുക്കൾ, ഭൂമിയുടെ ചലനങ്ങൾ, വിവിധ ഭൂരൂപങ്ങൾ, അന്തരീക്ഷം, അന്തരീക്ഷത്തിന്റെ ഘടന, സംരചന, വിവിധ കാലാവസ്ഥ ദിനാന്തരീക്ഷ സ്ഥിതി ഘടകങ്ങൾ, അതായത് താപനില, മർദ്ദം, ആർദ്രത തുടങ്ങിയ ഘടകങ്ങൾ, അതോടൊപ്പം വിവിധ കാലാവസ്ഥാ മേഖലകൾ, സമുദ്രം, സമുദ്രത്തെ സംബന്ധിക്കുന്ന വിവിധ ആസ്പെക്റ്റുകൾ, സമുദ്ര ചലനങ്ങൾ, ജീവമണ്ഡലം തുടങ്ങിയ ആശയങ്ങളാണല്ലോ നിങ്ങൾ മുൻ വർഷത്തിൽ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഭൗതിക ഭൂമിശാസ്ത്രം അല്ലെങ്കിൽ ഫിസിക്കൽ ജോഗ്രഫി എന്ത് എന്ന് നിങ്ങൾക്ക് തന്നെ നിർവചിക്കാനാവും. ഫിസിക്കൽ ജോഗ്രഫി ഈസ് ദ സ്റ്റഡി ഓഫ് ഫിസിക്കൽ എൻവയൺമെന്റ് വിച്ച് ഇൻക്ലൂഡ്സ് ലിത്തോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ ആൻഡ് ബയോസ്ഫിയർ. ശിലാമണ്ഡലം, ജലമണ്ഡലം, വായുമണ്ഡലം, അന്തരീക്ഷ മണ്ഡലം എന്നീ 4 മണ്ഡലങ്ങളെയും ഉൾക്കൊള്ളുന്ന ഭൗതിക പരിസ്ഥിതിയെക്കുറിച്ചുള്ള പഠനമാണ് ഭൗതിക ഭൂമിശാസ്ത്രം. എന്നാൽ മാനവിക ഭൂമിശാസ്ത്രം എന്തെന്ന് നോക്കാം. ഹ്യൂമൻ ജോഗ്രഫി സ്റ്റഡീസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നാച്ചുറൽ ആൻഡ് ഹ്യൂമൻ വേൾഡ്സ്. ഭൗതിക പരിസ്ഥിതിയും അല്ലെങ്കിൽ ഭൗതിക ലോകവും മാനവിക ലോകവും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചും ഭൂമിയിൽ മനുഷ്യ പ്രതിഭാസത്തിന്റെ വിതരണത്തെ സംബന്ധിച്ചും അവയുടെ ആവിർഭാവത്തെ സംബന്ധിച്ചും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സാമൂഹികവും സാമ്പത്തികവുമായി മനുഷ്യ സമൂഹങ്ങൾക്കിടയിലെ വ്യത്യാസങ്ങളെക്കുറിച്ചും പഠിക്കുന്നതാണ് മാനവിക ഭൂമിശാസ്ത്രം. ഒന്നുകൂടി പറയാം, ഹ്യൂമൻ ജോഗ്രഫി ഈസ് കൺസേൺഡ് വിത്ത് ദ സ്റ്റഡി ഓഫ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നാച്ചർ and human beings, the distribution of human phenomena and how they come about, and also about the social and economic differences between different parts of the world. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ആശയം ഡ്യുവലിസം ഇൻ ജോഗ്രഫി, അതായത് ഭൂമിശാസ്ത്രത്തിലെ ദ്വൈതം എന്ന ആശയമാണ്. നിങ്ങൾ കഴിഞ്ഞ വർഷം ഭൂമിശാസ്ത്ര പാഠഭാഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയ പോലെ തന്നെ ഭൂമിശാസ്ത്രത്തിന് 2 സമീപന രീതികളുണ്ട്. ഒന്ന് റീജിയണൽ അപ്രോച്ച് അല്ലെങ്കിൽ പ്രാദേശിക സമീപന രീതി, 2 സിസ്റ്റമാറ്റിക് അപ്രോച്ച് അഥവാ വ്യവസ്ഥാപിത സമീപന രീതി. അപ്പോൾ ഭൂമിശാസ്ത്രത്തിന്റെ സമീപനത്തിൽ തന്നെ ഒരു ദ്വൈതം നിലനിൽക്കുന്നതായി നമുക്കറിയാം. അതുപോലെ ഭൂമിശാസ്ത്രം ഉൾക്കൊള്ളുന്ന ആശയങ്ങളെ സംബന്ധിച്ചും ഇത്തരത്തിൽ ഒരു ദ്വൈതവാദം ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. അതായത് ഭൂമിശാസ്ത്രം എന്നത് ഒരു മാനവിക വിഷയമാണോ ഒരു ഭൗതിക വിഷയമാണോ? അതുപോലെ ഭൂമിശാസ്ത്രത്തിന്റെ സ്വഭാവം സംബന്ധിച്ച് ഭൂമിശാസ്ത്രം ഒരു തിയററ്റിക്കൽ വിഷയം അല്ലെങ്കിൽ സൈദ്ധാന്തിക വിഷയമാണോ അതോ ഭൂമിശാസ്ത്രം ഒരു ഡിസ്ക്രിപ്റ്റീവ് അല്ലെങ്കിൽ വിവരണാത്മക വിഷയമാണോ എന്ന ദ്വൈത സ്വഭാവം ഭൂമിശാസ്ത്ര ചിന്താധാരയിൽ
ഉടനീളം ചർച്ചയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന വസ്തുതയാണ്. എങ്കിലും നമുക്ക് പറയാം, മനുഷ്യൻ പരിസ്ഥിതിയുടെ അവിഭാജ്യ ഘടകമായതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഭൂമിശാസ്ത്രം മാനവിക വിഷയമാണോ ഭൗതിക വിഷയമാണോ എന്ന ചർച്ചയ്ക്ക് പ്രസക്തിയില്ല എന്ന് നമുക്ക് അറിയാം. ഇതിനെയാണ് ഭൂമിശാസ്ത്രത്തിലെ ദ്വൈതം അഥവാ ഡ്യുവലിസം ഇൻ ജോഗ്രഫി എന്ന് വിളിക്കുന്നത്. ഇത് 3 ചോദ്യങ്ങളിലൂടെ നിങ്ങൾക്ക് ഒന്നുകൂടി ഞാൻ വ്യക്തമാക്കാം. വെദർ ജോഗ്രഫി ആസ് എ ഡിസിപ്ലിൻ ഈസ് ലോ മേക്കിംഗ് ഓർ ഡിസ്ക്രിപ്റ്റീവ്. ഒരു പ്രത്യേക വിഷയമെന്ന നിലയിൽ ഭൂമിശാസ്ത്രം ഒരു നിയമനിർമ്മാണ ശാസ്ത്രമാണോ അതോ വിവരണാത്മക വിഷയമാണോ? വെദർ ദി അപ്രോച്ച് ഓഫ് ജോഗ്രഫി ഈസ് റീജിയണൽ ഓർ സിസ്റ്റമാറ്റിക്. ഭൂമിശാസ്ത്രത്തിന്റെ സമീപനം പ്രാദേശിക സമീപനമാണോ വ്യവസ്ഥാപിത സമീപനമാണോ? വെദർ ദ കണ്ടന്റ് ഓഫ് ജോഗ്രഫി ഈസ് ഫിസിക്കൽ ഓർ ഹ്യൂമൻ. Let us go to some definitions given by some famous scholars to human geography. റൈറ്റ്സെൽ മാനവിക ഭൂമിശാസ്ത്രത്തെ നിർവചിച്ചിട്ടുള്ളത് നോക്കൂ. ഹ്യൂമൻ ജോഗ്രഫി ഈസ് ദ സിന്തറ്റിക് സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹ്യൂമൻ സൊസൈറ്റീസ് ആൻഡ് എർത്ത് സർഫേസ്. ഭൗമോപരിതലവും മനുഷ്യ സമൂഹങ്ങളും തമ്മിലുള്ള പരസ്പര ബന്ധത്തിന്റെ സമന്വിത പഠനമാണ് മാനവിക ഭൂമിശാസ്ത്രം എന്നാണ് റൈറ്റ്സെൽ നിർവചിക്കുന്നത്. ഇവിടെ സിന്തസിസ് അല്ലെങ്കിൽ സമന്വയം എന്നതിനാണ് റൈറ്റ്സെൽ ഊന്നൽ നൽകിയിട്ടുള്ളത് എന്നതാണ് ശ്രദ്ധേയം. റൈറ്റ്സെലിന്റെ പിൻഗാമിയായ LNC സെമ്പിൾ മാനവിക ഭൂമിശാസ്ത്രത്തെ നിർവചിക്കുന്നത് നോക്കൂ. ഹ്യൂമൻ ജോഗ്രഫി ഈസ് ദ സ്റ്റഡി ഓഫ് ചേഞ്ചിങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അൺറെസ്റ്റിംഗ് മാൻ ആൻഡ് അൺസ്റ്റേബിൾ എർത്ത്. വിശ്രമമില്ലാത്ത മനുഷ്യനും അസ്ഥിരമായ ഭൂമിയും തമ്മിലുള്ള സദാ മാറിക്കൊണ്ടിരിക്കുന്ന പരസ്പര ബന്ധത്തെ കുറിക്കുന്ന പഠനമാണ് മാനവിക ഭൂമിശാസ്ത്രം. ഇവിടെ സെമ്പിൾ പ്രത്യേക ഊന്നൽ നൽകുന്നത് ഡൈനാമിസം അല്ലെങ്കിൽ ചലനാത്മകത എന്നതിനാണ്. ഇനി പോൾ വിഡൽ ഡീല ബ്ലാഷെ അദ്ദേഹം മാനവിക ഭൂമിശാസ്ത്രത്തിന് നൽകുന്ന നിർവചനം, ഇറ്റ്സ് എ കോൺസെപ്ഷൻ റിസൾട്ടിംഗ് ഫ്രം എ മോർ സിന്തറ്റിക് നോളജ് ഓഫ് physical laws governing the earth and of the relationship between the living beings which inhabit it. ഭൂമിയെ നിയന്ത്രിക്കുന്ന ചില ഭൗതിക നിയമങ്ങളും അതിൽ അധിവസിക്കുന്ന ജീവജാലങ്ങളും തമ്മിലുള്ള പരസ്പര ബന്ധത്തിൽ ഉടലെടുക്കുന്ന സമന്വിത സങ്കല്പമാണ് മാനവിക ഭൂമിശാസ്ത്രം എന്നാണ് ബ്ലാഷെ നിർവചിക്കുന്നത്. ഇവിടെ പ്രത്യേക ഊന്നൽ നൽകുന്നത് ഇന്റർ റിലേഷൻഷിപ്പ് എന്ന ആശയത്തിനാണ്. ഈ 3 നിർവചനങ്ങളും നമ്മളെ കൊണ്ടെത്തിക്കുന്നത്, ഈ 3 നിർവചനങ്ങളിലും പൊതുവായത്, ഒരു വശത്ത് മനുഷ്യൻ, മറുവശത്ത് ഭൗതിക പരിസ്ഥിതി. ഭൗതിക പരിസ്ഥിതിയും മനുഷ്യനും തമ്മിലുള്ള പരസ്പര ബന്ധമാണ് മാനവിക ഭൂമിശാസ്ത്രത്തിലെ പ്രധാന പരാമർശ വിഷയം എന്ന ആശയം ഇതിലൂടെ നമുക്ക് ഉറപ്പിക്കാനാവും. Let us go to the nature of human geography. Human geography studies the interrelationship between the physical environment and the socio-cultural environment created by human beings through mutual interaction with each other. അതായത് ഒരു വശത്ത് ഭൗതിക പരിസ്ഥിതിയും അതേ ഭൗതിക പരിസ്ഥിതിയിലെ അവസരങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മനുഷ്യൻ സൃഷ്ടിച്ചിട്ടുള്ള സാംസ്കാരിക പരിസ്ഥിതിയും തമ്മിലുള്ള പരസ്പര ബന്ധമാണല്ലോ മാനവിക ഭൂമിശാസ്ത്ര പഠനം. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരു പ്രവർത്തനത്തിലേക്ക് കടക്കാം. നിങ്ങളുടെ ചുറ്റുപാടിലും കാണുന്ന വിവിധ ഭൂമിശാസ്ത്ര സവിശേഷതകളെ നോക്കിക്കണ്ട് അവയെ ഭൗതിക സവിശേഷതകളെന്നും സാംസ്കാരിക സവിശേഷതകളെന്നും പട്ടികപ്പെടുത്തുക. ഇപ്പോൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ള മാതൃകയിലാണ് നിങ്ങൾ ഭൗതിക സവിശേഷതകളെയും സാംസ്കാരിക സവിശേഷതകളെയും പട്ടികപ്പെടുത്തേണ്ടത്. പട്ടിക തയ്യാറാക്കി വിലയിരുത്തലിനായി അധ്യാപികയ്ക്ക് സമർപ്പിക്കുമല്ലോ. ഈ 2 മേഖലകൾ, ഈ സാംസ്കാരിക സവിശേഷതകൾ രൂപപ്പെടുന്നത് ഭൗതിക പരിസ്ഥിതിയിലുള്ള മനുഷ്യന്റെ ഇടപെടലുകൾ കൊണ്ടാണ്. ഭൗതിക പരിസ്ഥിതിയിൽ മനുഷ്യൻ ഇടപെടുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. ഇനി മനുഷ്യ പരിസ്ഥിതി പ്രതിപ്രവർത്തനം എന്നുള്ളതാണ്. ഭൂമിയിൽ നമ്മുടെ നിലനിൽപ്പ് തന്നെ പരിസ്ഥിതിയുമായിട്ടുള്ള പ്രതിപ്രവർത്തനത്തിലൂടെയാണ് സാധ്യമാകുന്നത്. മനുഷ്യന് പരിസ്ഥിതിയിൽ പ്രതിപ്രവർത്തിക്കാനാവുന്നത് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടിയാണ്. അപ്പോൾ എന്താണ് സാങ്കേതിക വിദ്യ? ഒരു മനുഷ്യ സമൂഹം ആർജിച്ചിട്ടുള്ള സാംസ്കാരിക വികസനത്തിന്റെ തലത്തെയാണ് സാങ്കേതിക വിദ്യ എന്ന് വിശേഷിപ്പിക്കുന്നത്. പ്രകൃതി നിയമങ്ങളെ നമ്മൾ എത്രത്തോളം അടുത്തറിയുന്നുവോ അത്ര കണ്ട് സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിന്, അത്ര കണ്ട് കാര്യക്ഷമമായ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിന് മനുഷ്യനാവുന്നു. സാങ്കേതിക വിദ്യ എത്ര കണ്ട് കാര്യക്ഷമമാവുന്നുവോ അത്ര കണ്ട് പരിസ്ഥിതി നമുക്കുണ്ടാക്കുന്ന വിഘാതങ്ങൾക്ക് അല്ലെങ്കിൽ തടസ്സങ്ങൾക്ക്
അത് ഓവർകം ചെയ്യുന്നതിന് അല്ലെങ്കിൽ തടസ്സങ്ങളെ അതിജീവിക്കുന്നതിന് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾക്കായി ഒരു പ്രവർത്തനം തരികയാണ്. Can you find out some examples for the technological attainments of man at different stages of human evolution? മനുഷ്യ പരിണാമത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ മനുഷ്യൻ ആർജിച്ചിട്ടുള്ള സാങ്കേതിക നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തി പട്ടികപ്പെടുത്തുമല്ലോ. നെക്സ്റ്റ് ഇസ് ദ കോൺസെപ്റ്റ്സ് ഓഫ് ഡിറ്റർമിനിസം ആൻഡ് പോസിബിലിസം. ഭൂമിശാസ്ത്ര ചിന്താധാരയിലെ രണ്ട് പ്രധാന സങ്കല്പങ്ങളാണ് വിധിവിശ്വാസം അഥവാ നിയതവാദം എന്നതും സാധ്യതാവാദം അഥവാ പോസിബിലിസം എന്നതും. മനുഷ്യ പരിസ്ഥിതി ബന്ധത്തെ സംബന്ധിക്കുന്ന രണ്ട് വിപരീത കാഴ്ചപ്പാടുകളാണ് ഡിറ്റർമിനിസം, പോസിബിലിസം എന്നീ സങ്കല്പങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. ആദ്യം പാരിസ്ഥിതിക വിധിവിശ്വാസം അല്ലെങ്കിൽ നിയതവാദം എന്ത് എന്ന് മനസ്സിലാക്കാം. ഇൻ ദ ഏർലി സ്റ്റേജസ് humans were greatly adapted to the dictates of nature because the level of technology was very low. മനുഷ്യജീവിതത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ സാങ്കേതിക ജ്ഞാനം പരിമിതമായതുകൊണ്ട് തന്നെ പ്രകൃതിയുടെ ആജ്ഞാനുവർത്തികളായി മനുഷ്യൻ ജീവിച്ചിരുന്നു. There is direct dependence of human beings on nature for resources which sustain them. അവനെ നിലനിർത്തിയിരുന്ന പ്രകൃതി വിഭവങ്ങൾക്കായി പരിസ്ഥിതിയെ നേരിട്ട് ആശ്രയിക്കുന്ന സ്ഥിതിവിശേഷമായിരുന്നു ഉണ്ടായിരുന്നത്. ഭൗതിക പരിസ്ഥിതി ഇത്തരം മനുഷ്യ സമൂഹങ്ങളെ സംബന്ധിച്ച് മാതൃപ്രകൃതിയായിരുന്നു. ദ ഫിസിക്കൽ എൻവയൺമെന്റ് ഫോർ സച്ച് സൊസൈറ്റീസ് ബിക്കം ദ മദർ നാച്ചർ. ദിസ് കൈൻഡ് ഓഫ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദ പ്രിമിറ്റീവ് ഹ്യൂമൻ സൊസൈറ്റീസ് ആൻഡ് ദ സ്ട്രോങ് ഫോഴ്സസ് ഓഫ് നാച്ചർ ഈസ് ടേംഡ് ആസ് എൻവയൺമെന്റൽ ഡിറ്റർമിനിസം. ഇത്തരത്തിൽ മനുഷ്യ സമൂഹവും പ്രകൃതി ശക്തികളും തമ്മിലുള്ള പരസ്പര ബന്ധത്തെ പാരിസ്ഥിതിക നിയതവാദം അഥവാ വിധിവിശ്വാസം എന്ന് വിളിക്കുന്നു. പാരിസ്ഥിതിക നിയതവാദം എന്ന ആശയം നിങ്ങൾക്ക് കൂടുതൽ എളുപ്പത്തിൽ ഗ്രഹിക്കുന്നതിന് സഹായകമായ ഒരു കഥ കേട്ടാലോ? മധ്യ ഇന്ത്യയിലെ അബുജ്മാത് പ്രദേശത്തെ കാട്ടിലാണ് ബന്ദയുടെ വാസം. കൊടുങ്കാട്ടിൽ 3 കുടിലുകൾ മാത്രം അടങ്ങുന്നതാണ് അവന്റെ ഗ്രാമം. സാധാരണ ഗ്രാമങ്ങളിൽ കാണാറുള്ളതുപോലെ അലഞ്ഞുതിരിയുന്ന നായ്ക്കളോ എന്തിന് പക്ഷികളെ പോലുമോ ഇവിടെ കാണാനില്ല. ചെറിയൊരു തുണിക്കഷ്ണം കൊണ്ട് അരമറച്ച് കയ്യിലൊരു കോടാലിയുമായി അവൻ തന്റെ വർഗ്ഗക്കാർ തലമുറകളായി തുടർന്നു പോരുന്ന പ്രാകൃത കൃഷിരീതിയായ ഇടം മാറി കൃഷി അഥവാ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ നടത്തുന്ന വനത്തിൽ എമ്പാടും നിരീക്ഷിച്ചുകൊണ്ട് സാവധാനം നടന്നു നീങ്ങുന്നു. ബന്ദയും കൂട്ടരും കൃഷിക്ക് വേണ്ടി വനത്തിന്റെ ചെറുഭാഗങ്ങൾ കത്തിച്ച് തുറസാക്കുന്നു. വെണ്ണീറ് മണ്ണോടൊഴുതു ചേർത്ത് വളക്കൂറും ഉണ്ടാക്കുന്നു. ചുറ്റും മൗവാമരങ്ങൾ പൂവിട്ടു നിൽക്കുന്ന കാലം. ബന്ദയും സന്തോഷത്തിലാണ്. കുട്ടിക്കാലം തൊട്ട് തനിക്ക് അഭയമൊരുക്കിയ മൗവാമരങ്ങളും പലാശവൃക്ഷങ്ങളും സാൽ വൃക്ഷങ്ങളുമൊക്കെ കാണുമ്പോൾ സുന്ദരമായ ഈ ലോകത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞ താൻ എത്ര ഭാഗ്യവാനാണ് എന്നവൻ ചിന്തിച്ചു. ബന്ദ അനായാസമായി കാട്ടിനുള്ളിലെ അരുവിയിലേക്കെത്തി. ദാഹമകറ്റാൻ കൈക്കുമ്പിളിൽ വെള്ളമെടുക്കാൻ തുനിയവേ ഒരു നിമിഷം അവൻ ഇതിനെല്ലാം അനുവദിച്ച വനദേവതയായ ലോയിലൂഗിയെ നന്ദിപൂർവ്വം സ്മരിച്ചു. കാട്ടിലെ ഇലകളും വേരുകളുമൊക്കെ യഥേഷ്ടം തിന്നുകൊണ്ട് അവനും കൂട്ടരും ഗജ്രയും കുച്ലയും ശേഖരിക്കുന്ന തിരക്കിലാണ്. അവന്റെ വർഗ്ഗക്കാർ ഉപയോഗിക്കുന്ന വിശിഷ്ട സസ്യങ്ങളാണിവ. ദയാലുക്കളായ കാടിന്റെ ദേവതകൾ ഈ ചെടികൾ കണ്ടെത്താൻ സഹായിക്കുമെന്നവൻ ആശിക്കുന്നു. അടുത്ത പൗർണമി നാളിൽ നടക്കാനിരിക്കുന്ന മധായി എന്ന ഗോത്രമേളയിൽ ഇവ എത്തിച്ചിട്ട് വേണം തങ്ങൾക്ക് വേണ്ട മറ്റു വസ്തുക്കൾ പകരം വാങ്ങാൻ. ഒരു നിമിഷം അവൻ കണ്ണുകളടച്ച് നിശബ്ദനാകുന്നു. തന്റെ പൂർവികർ കാട്ടിൽ ഈ ഔഷധച്ചെടികൾ കിട്ടുന്ന ഇടത്തെക്കുറിച്ച് പണ്ട് പഠിപ്പിച്ചത് ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണവൻ. അന്ന് അല്പം കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എന്നവൻ ആശിച്ചുപോയി. പെട്ടെന്ന് ഇലകൾ അനങ്ങുന്ന ശബ്ദം. ഔഷധച്ചെടികൾ തേടി പുറത്തുനിന്നും വന്നെത്തിയ കൂട്ടരുടെ ശബ്ദമാണത്. ഒരൊറ്റ കുതിപ്പിന് ബന്ദയും കൂട്ടരും ഇഴതൂർന്ന വനത്തിനുള്ളിലേക്ക് ഒഴുകി മറഞ്ഞു. അവരും കാടിന്റെ പച്ചപ്പിൽ അലിഞ്ഞു ചേർന്നു. At the stage of very low technological development, we can imagine the presence of a naturalized human who listened to the nature, was afraid of the fury and worshipped it. സാങ്കേതിക ജ്ഞാനം പരിമിതമായിരുന്ന കാലത്ത് പ്രകൃതിയെ അനുസരിച്ചതും പ്രകൃതി കോപങ്ങളെ ഭയപ്പെട്ടിരുന്നതും പ്രകൃതിയെ ആരാധിച്ചിരുന്നതുമായ
ഒരു മനുഷ്യ സമൂഹത്തെ നമുക്ക് സങ്കല്പിക്കാനാവും. ഇതിനെയാണ് മനുഷ്യന്റെ പ്രകൃതിവൽക്കരണം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇനി നിങ്ങൾക്കൊരു പ്രവർത്തനമാണ്. ലിസ്റ്റ് ഔട്ട് എ ഫ്യൂ എക്സാമ്പിൾസ് ഫോർ എൻവയൺമെന്റൽ കൺട്രോൾ ഓൺ ഹ്യൂമൻ ആക്ടിവിറ്റീസ്. മനുഷ്യപ്രവർത്തനങ്ങൾക്കു മേലുള്ള പാരിസ്ഥിതിക നിയന്ത്രണങ്ങൾ സൂചിപ്പിക്കുന്ന ചില ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് തന്നെ കണ്ടെത്തി എഴുതാമല്ലോ. ഇനി സാധ്യതാവാദം അഥവാ പോസിബിലിസമാണ്. വിത്ത് ദി സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഡെവലപ്മെന്റ് ഹ്യൂമൻസ് ഡെവലപ്പ് ബെറ്റർ ആൻഡ് മോർ എഫിഷ്യന്റ് ടെക്നോളജി. സാമൂഹ്യ സാംസ്കാരിക വികസനത്തോടുകൂടി മനുഷ്യന് കൂടുതൽ മെച്ചപ്പെട്ടതും കാര്യക്ഷമവുമായ സാങ്കേതിക വിദ്യ സ്വായത്തമായി. ദേ മൂവ് ഫ്രം എ സ്റ്റേറ്റ് ഓഫ് നെസസിറ്റി ടു ദ സ്റ്റേറ്റ് ഓഫ് ഫ്രീഡം. അങ്ങനെ ആശ്രയത്വം എന്നൊരവസ്ഥയിൽ നിന്ന് സ്വാതന്ത്ര്യം എന്നൊരവസ്ഥയിലേക്ക് മനുഷ്യൻ വഴിമാറുകയാണ്. ദേ ക്രിയേറ്റ് പോസിബിലിറ്റീസ് വിത്ത് ദ റിസോഴ്സസ് ഒബ്റ്റെയിൻഡ് ഫ്രം എൻവയൺമെന്റ്. പരിസ്ഥിതിയിൽ നിന്ന് ലഭ്യമാകുന്ന വിഭവങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാധ്യതകൾ മെനയാൻ മനുഷ്യനാകുന്നു എന്നതാണ് ഈ വാദഗതി സൂചിപ്പിക്കുന്നത്. സച്ച് എ മാൻ നാച്ചർ റിലേഷൻഷിപ്പ് ഈസ് ടേംഡ് ആസ് പോസിബിലിസം. ഇത്തരത്തിലുള്ള മനുഷ്യ പരിസ്ഥിതി ബന്ധത്തെയാണ് സാധ്യതാവാദം അഥവാ പോസിബിലിസം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഒന്നുകൂടി പറയാം. ഹിയർ മാൻ ഈസ് capable to modify his environment by making use of the numerous possibilities offered by nature. പ്രകൃതി നമുക്ക് തരുന്ന അവസരങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്കിഷ്ടാനുസരണം പരിസ്ഥിതിയിൽ മാറ്റങ്ങൾ വരുത്തി ജീവിക്കാൻ പ്രാപ്തനാണ് മനുഷ്യൻ എന്നാണ് സാധ്യതാവാദം സൂചിപ്പിക്കുന്നത്. ഇവിടെ നമുക്ക് കണ്ടെത്താനാവുന്ന നിരവധി ഉദാഹരണങ്ങളുണ്ട്. നമ്മുടെ ചുറ്റുപാടുകളിൽ സ്വാഭാവിക പരിസ്ഥിതി ഏറെക്കുറെ പൂർണ്ണമായും അന്യം നിന്നിരിക്കുന്നു. എവിടെ നോക്കിയാലും മനുഷ്യസ്പർശമുള്ള മേഖലകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മനുഷ്യനിർമ്മിതമായ ഭൂപ്രകൃതി ആയി ഭൂമി മാറ്റപ്പെട്ടിരിക്കുന്നു. ഈ സവിശേഷതയെ ഹ്യൂമനൈസ്ഡ് നാച്ചർ അല്ലെങ്കിൽ മനുഷ്യവൽകൃതമായ പ്രകൃതി എന്ന് വിശേഷിപ്പിക്കാനാവും. പ്രകൃതി നിയമങ്ങൾ നമ്മൾ കൂടുതൽ അടുത്തറിയുമ്പോൾ നമുക്ക് സഹായകമായ കൂടുതൽ സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ച് അതിലൂടെ നമ്മുടെ സുഖലോലുപതയ്ക്കായി പലതും സൃഷ്ടിക്കാൻ നമുക്കാവുന്നു എന്നുള്ളതാണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഹർഷണം എന്ന പ്രകൃതി നിയമം മനസ്സിലാക്കുന്നതോടുകൂടി തീയുടെ കണ്ടുപിടുത്തമാകുന്നു. പിന്നീട് തുടർന്ന് അതിലൂന്നിയ പല വികസനങ്ങളും ലോകത്ത് സംഭവ്യമാകുന്നു. എയറോഡൈനാമിക്സ് എന്ന ആശയത്തിൽ നിന്നാണ് ഇന്ന് നമ്മൾ ലോകത്ത് അതിവേഗം സഞ്ചരിക്കാനാകുന്ന സൂപ്പർസോണിക് വിമാനങ്ങളുടെ വരെ വികസനം ഉണ്ടായിട്ടുള്ളത്. മറ്റൊരു കാര്യം, ലോകത്ത് സമുദ്രസഞ്ചാരം അനായാസമാക്കുന്നതിനും അതിവേഗത്തിലാക്കുന്നതിനും വേണ്ടി ഇവൻ നമ്മുടെ വൻകരകളെ പോലും മുറിച്ചു കടക്കുന്ന തരത്തിൽ മനുഷ്യനിർമ്മിത കനാലുകളും മറ്റും നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഉദാഹരണത്തിന് പനാമ കനാൽ, സുയസ് കനാൽ തുടങ്ങിയ കനാലുകളൊക്കെ നിർമ്മിക്കുന്നത് ഇതിന് സഹായകമാകുന്നത് മനുഷ്യൻ ആർജിച്ചിട്ടുള്ള സാങ്കേതിക വിദ്യയാണ്. വിധിവിശ്വാസം അഥവാ നിയതവാദം, സാധ്യതാവാദം എന്നീ രണ്ട് സങ്കല്പങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. സാധ്യതാവാദം എന്ന ആശയം ഉറയ്ക്കുന്നതിന് സഹായകമായ ഈ ചിത്രങ്ങളൊന്ന് നോക്കൂ. പാരിസ്ഥിതിക വിഭവങ്ങളെ ഉപയോഗപ്പെടുത്തി മനുഷ്യ സൃഷ്ടിച്ച സാധ്യതകളെ സൂചിപ്പിക്കുന്ന ചില ചിത്രങ്ങളാണിത്. കൃഷി, വ്യവസായം, ഗതാഗതം, വാർത്താവിനിമയം, ഊർജോൽപാദനം തുടങ്ങി സമഗ്ര മേഖലകളിലും കാലാനുസൃതമായ പരിഷ്കാരങ്ങൾ വരുത്താൻ മനുഷ്യൻ പ്രാപ്തനാവുകയാണിവിടെ. അങ്ങനെ സാംസ്കാരിക വിഭവങ്ങൾക്കൊത്ത് നമ്മുടെ പ്രകൃതിയിൽ മനുഷ്യവൽക്കരണം അനുസ്യൂതം തുടരുകയാണ്. ഇനി മറ്റൊരു പ്രവർത്തനമാണ്. ലിസ്റ്റ് ഔട്ട് എ ഫ്യൂ സിറ്റുവേഷൻസ് വെയർ മാൻ ഈസ് ഓവർകമ്മിങ് ദ എൻവയൺമെന്റൽ കൺസ്ട്രെയിൻസ്. പാരിസ്ഥിതിക നിയന്ത്രണങ്ങൾ മനുഷ്യന് അതിജീവിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾക്ക് ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതുക. വിധിവിശ്വാസം അഥവാ നിയതവാദം, സാധ്യതാവാദം അഥവാ പോസിബിലിസം, ഈ രണ്ട് വാദഗതികളും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതിൽ ഏത് വാദഗതിയോടാണ് നിങ്ങൾക്ക് കൂടുതൽ യോജിക്കാനാകുന്നത്? അല്പം പ്രയാസമാണല്ലേ. വിധിവിശ്വാസത്തോട് കൂടുതൽ യോജിച്ചാൽ നമുക്ക് ഇന്ന് കാണുന്ന തരത്തിലുള്ള വികസനമെല്ലാം അന്യം നിന്നു പോകുന്ന അല്ലെങ്കിൽ സാധ്യമല്ലാത്ത ഒരു സാഹചര്യമുണ്ടാകും. എന്നാൽ സാധ്യതാവാദത്തോട് നമ്മൾ കൂടുതൽ യോജിക്കുകയാണെങ്കിൽ പരിസ്ഥിതിക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ ഏർപ്പെടേണ്ടതായും വരും. അപ്പോൾ നമുക്ക് വേണ്ടത് ഇത് രണ്ടും ബാലൻസ് ചെയ്യുന്ന
ഇതിന് മധ്യമാർഗം നിൽക്കുന്ന ഒരു പുതിയ വാദഗതിയാണ്. ഓസ്ട്രേലിയൻ ഭൂമിശാസ്ത്രജ്ഞനായ ഗ്രിഫിത്ത് ടൈലർ അങ്ങനെ ഒരു വാദഗതി അവതരിപ്പിക്കുന്നു. ഇതിനെ നവനിയതവാദം അഥവാ നിയോ ഡിറ്റർമിനിസം എന്നാണ് വിളിക്കുന്നത്. ദ കോൺസെപ്റ്റ് റിഫ്ലെക്ട്സ് എ മിഡിൽ പാത്ത് ബിറ്റ്വീൻ ദ ഐഡിയാസ് ഓഫ് ഡിറ്റർമിനിസം ആൻഡ് പോസിബിളിസം. വിധിവിശ്വാസം, സാധ്യതാവാദം എന്നീ ആശയങ്ങൾക്ക് മധ്യേ നിൽക്കുന്ന, രണ്ടിനെയും സന്തുലിതമാക്കുന്ന ഒരു വാദഗതിയാണിത്. ഈ വാദഗതി അനുസരിച്ച് നെയ്തർ ഈസ് ദർ എ സിറ്റുവേഷൻ ഓഫ് അബ്സല്യൂട്ട് നെസസിറ്റി നോർ ഈസ് ദർ എ കണ്ടീഷൻ ഓഫ് അബ്സല്യൂട്ട് ഫ്രീഡം. വിധിവിശ്വാസത്തിൽ പറയുന്നത് പോലെ പൂർണ്ണമായ ആശ്രയത്വം അല്ലെങ്കിൽ പൂർണ്ണമായ സാധ്യതാവാദത്തിൽ പറയുന്നത് പോലെ പൂർണ്ണമായ സ്വാതന്ത്ര്യം എന്നൊരവസ്ഥ ഇല്ല. പ്രകൃതി നിയമങ്ങളെ അനുസരിച്ചുകൊണ്ട് മാത്രമേ പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യാനാകൂ എന്നുള്ള സങ്കല്പമാണ് ഇത് മുന്നോട്ട് വയ്ക്കുന്നത്. തിരക്കേറിയ നമ്മുടെ നഗര കവലകളിലെ ട്രാഫിക് സിഗ്നലുകൾ നമ്മൾ പാലിക്കുന്നത് പോലെ പാരിസ്ഥിതികമായ ചില നിയന്ത്രണങ്ങൾ അത് പാലിച്ചുകൊണ്ട് മാത്രമേ പ്രകൃതി വിഭവങ്ങളെ നമുക്ക് ഉപയോഗപ്പെടുത്താനാകൂ. ഉദാഹരണത്തിന്, ചുവന്ന സിഗ്നലുകൾ കാണുമ്പോൾ നമ്മൾ വാഹനങ്ങൾ നിർത്തുകയും ആംബർ സിഗ്നൽ അല്ലെങ്കിൽ യെല്ലോ സിഗ്നൽ കാണുമ്പോൾ നമ്മൾ തയ്യാറെടുക്കുകയും പച്ച സിഗ്നലുകൾ കാണുമ്പോൾ നമ്മൾ സഞ്ചരിക്കുകയും ചെയ്യുന്ന രീതിയാണ് നമ്മൾ അവലംബിക്കാറുള്ളത്. ഈ സിഗ്നലുകളെ ലംഘിക്കുന്ന പക്ഷം നമുക്ക് എന്താണ് സംഭവിക്കാറുള്ളത്? വി വിൽ ഫോൾ ഇൻ എ സിറ്റുവേഷൻ ഓഫ് നോ റിട്ടേൺ, അല്ലെങ്കിൽ നമ്മൾ അപകടസന്ധികളിലേക്ക് ചെന്നുവിടും. അതുപോലെ തന്നെ പാരിസ്ഥിതിക നിയന്ത്രണങ്ങൾ പാലിക്കാതെ ഉള്ള മുന്നോട്ട് പോക്ക് പലപ്പോഴും നമുക്ക് ഹാനികരമായ ചില സാഹചര്യങ്ങൾ ലോകത്ത് സൃഷ്ടിച്ചിട്ടുള്ളതിന് പ്രത്യക്ഷമായ ധാരാളം ഉദാഹരണങ്ങൾ ഇന്ന് നിലവിലുണ്ട്. ഒന്ന്, ആഗോളതാപനം, ഓസോൺ ശോഷണം, ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുരുകൽ, ഈ പറഞ്ഞ തരത്തിൽ അല്ലെങ്കിൽ പരിസ്ഥിതി മലിനീകരണം തുടങ്ങിയ നിരവധി പ്രശ്നങ്ങൾ ഉടലെടുത്തതിന് അടിസ്ഥാന കാരണം നമ്മൾ നിയന്ത്രണമില്ലാതെ പാരിസ്ഥിതിക വിഭവങ്ങൾ ചൂഷണം ചെയ്തതുകൊണ്ടാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അനിയന്ത്രിതമായ പാരിസ്ഥിതിക ഇടപെടലുകൾ കൊണ്ട് മനുഷ്യൻ സൃഷ്ടിക്കുന്ന അപകടകരമായ സാഹചര്യങ്ങളെ പറ്റി അതിനെ സംബന്ധിക്കുന്ന കൂടുതൽ ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താനാകുമല്ലോ. ലെറ്റ് us conclude today's concepts. ഇന്ന് നമ്മളിവിടെ പഠിച്ചത് ദ കൺസേൺ ഓഫ് ജോഗ്രഫി, ഹ്യൂമൻ ജോഗ്രഫി ആൻഡ് ഫിസിക്കൽ ജോഗ്രഫി, the difference between physical geography and human geography, then dualism in geography, then about the different definitions given by the various scholars for human geography, then man-nature interaction, then about technology, the concepts of determinism and possibilism, and finally the concept neo-determinism put forward by Griffith Taylor. ഇനി നിങ്ങൾക്ക് തുടർ പ്രവർത്തനങ്ങൾക്കായി what do you mean by dualism in geography? ഭൂമിശാസ്ത്രത്തിലെ ദ്വൈതം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? Distinguish between physical geography and human geography. ഭൗതിക ഭൂമിശാസ്ത്രവും മാനവിക ഭൂമിശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസമെന്ത്? വാട്ട് ഈസ് ടെക്നോളജി? സാങ്കേതിക വിദ്യ എന്നാൽ എന്ത്? വാട്ട് യു മീൻ ബൈ ദ കോൺസെപ്റ്റ്സ് നാച്ചുറലൈസേഷൻ ഓഫ് മാൻ ആൻഡ് ഹ്യൂമനൈസേഷൻ ഓഫ് നാച്ചർ? മനുഷ്യന്റെ പ്രകൃതിവൽക്കരണവും പ്രകൃതിയുടെ മനുഷ്യവൽക്കരണവും എന്ന സങ്കല്പം എന്താണ് അർത്ഥമാക്കുന്നത്? കമ്പയർ ദ കോൺസെപ്റ്റ്സ് ഡിറ്റർമിനിസം ആൻഡ് പോസിബിളിസം. നിയതവാദവും സാധ്യതാവാദവും താരതമ്യം ചെയ്യുക. പോയിന്റ് ഔട്ട് എ ഫ്യൂ ഹാംഫുൾ ഇഫക്ട്സ് ഓഫ് അൺകൺട്രോൾഡ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നാച്ചർ. അനിയന്ത്രിതമായി പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന ദോഷവശങ്ങൾ പട്ടികപ്പെടുത്തുക. ശേഷം അടുത്ത ക്ലാസ്സിൽ നമസ്കാരം.